മുണ്ടക്കയിലെ ട്രീ വാലി റിസോർട്ട് തുറന്നു പ്രവർത്തിക്കാൻ അനുമതി വേണമെന്ന ആവശ്യവുമായി റിസോർട്ട് ഉടമകൾ. റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് സേഫ് സോണിലാണെന്നും തങ്ങളുടെ നിലവിലെ ഏക വരുമാന മാർഗം ഇത് മാത്രമാണെന്നും ഉടമകൾ പറയുന്നു. പുഞ്ചിരിമഠത്ത് ഉരുൾപൊട്ടിയപ്പോൾ കൂടുതൽ പേർക്ക് രക്ഷ നൽകിയത് ഈ റിസോർട്ടാണ്. 200-ലധികം ആളുകളാണ് അന്ന് ഈ റിസോർട്ടിൽ അഭയം തേടിയത്. താൽക്കാലിക പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തകർ വരുന്നതുവരെ ആളുകൾ ഇവിടെ തുടർന്നിരുന്നു. പ്രകൃതിക്ക് ഒരു ദോഷവും വരാത്ത രൂപത്തിലാണ് റിസോർട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റിസോർട്ടിന്റെ നിർമ്മാണ ഘട്ടത്തിൽ ഒരു മരം പോലും മുറിച്ചിട്ടില്ല. ഇത് നമുക്ക് അനുമതി കിട്ടുക എന്നുള്ളത് നമ്മളെ ആവശ്യമാണ്. കാരണം ഇവിടെ സംഭവം ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന, ഞങ്ങൾ ഒരിക്കലും താമസിക്കൂല. പക്ഷേ ഈ ഒരു സമയം നല്ലൊരു സമയം ഉണ്ടല്ലോ, സീസണ് മൺസൂൺ അല്ലാത്ത സമയത്ത് ഇത് വർക്ക് ചെയ്യാനുള്ള അനുമതി നമുക്ക് കിട്ടിയേ തീരൂ. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ആത്മഹത്യയുടെ വക്കിലാണ്. ഇത് നമ്മളെ ജീവിതമാണ്. 10-20-25 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നത് കുവൈറ്റിലാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങളൊരു 10 ആളുകൾ കൂടിയിട്ട് ഈ ഒരു സംരംഭം തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ പല ഓഫീസുകളിലും കയറിയിട്ട് ഈ വിഷയം പറയുമ്പോൾ അവർ ചെയ്യാന്നുള്ളതല്ലാതെ അതിനൊരു പരിഹാരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഞങ്ങൾക്ക് പോലും ആ വേലിപ്പാലം ഇങ്ങോട്ട് കടന്നു വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതിന് വെറും 2 മാസം മുൻപ് മാത്രമാണ് റിസോർട്ട് പ്രവർത്തനം ആരംഭിച്ചത്. ചൂരൽമല ബെയിലി പാലത്തിന് അപ്പുറം ആളുകൾക്ക് പ്രവേശം നിഷേധിച്ചതിനാലും മുണ്ടക്കൈ നോഗോ സോൺ ആക്കിയതിനാലും പ്രതിസന്ധിയിലായിരിക്കുകയാണ് റിസോർട്ട് ഉടമകളും അതിനെ ആശ്രയിച്ചു കഴിയുന്നവരും. പ്രവാസികളായ യുനിസ്, അബ്ദുൾ അസീസ്, ഷുക്കൂർ, സജിർ മുഹമ്മദ് തുടങ്ങിയവർ ചേർന്നാണ് റിസോർട്ട് ആരംഭിച്ചത്. ലോണും മറ്റുമെടുത്ത് തുടങ്ങിയ റിസോർട്ട് തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. റിസോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി 5 സ്റ്റാഫിന് ശമ്പളം കൊടുക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഇവിടെ 16ഓളം സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. സഞ്ചാരികൾ കൂടുതലെത്തുന്ന മൺസൂൺ സീസൺ സമയത്തെങ്കിലും പ്രവർത്തനാനുമതി നൽകണമെന്നാണ് ഉടമകളുടെ ആവശ്യം. ഗോപിക ഉദ്യോത്, ന്യൂസ് 1, മേപ്പാടി.